ഇവിടെ പ്രത്യക്ഷത്തില് ഒരു കലാപാഹ്വാനം നടത്തിയിട്ടില്ല. ചില സംഘടനകൾ ഒഴിച്ച്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭീമാകാരമായ വിഷയങ്ങളാകുമെന്ന് സാധ്യത വരുത്തി തീർത്ത് മുമ്പിൽ തീർക്കാൻ പറ്റാത്ത, പ്രതികരിക്കാൻ പറ്റാത്ത, അതിജീവിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരാണ്. അതെ, ഇതിനേക്കാളും വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നും, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന, ബംഗ്ലാദേശ് എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന മൂന്നായി പിരിഞ്ഞു പോയ അവസ്ഥയിൽ ഈ നാടിനെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ചപ്പോ ഇവിടെയുള്ളവര് വാവിട്ട് കരഞ്ഞതാണ്. ജാതി മത ചിന്തകൾക്കപ്പുറം ഒന്നായി കെട്ടിപ്പിടിച്ചു നിന്നതാണ്. ആ കൂട്ടമരണങ്ങളുടെ കാലത്തും ഒന്നായി ചേരുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിയും എല്ലാം പുറത്ത് ക്ഷമിച്ച് മറന്ന് മുന്നോട്ട് പോകുവാനായിട്ട് ഈ നാടിന് കഴിയും. പക്ഷെ മറക്കുവാനോ മറപ്പിക്കുവാനോ ആ ഓർമ്മകളെ നമ്മളുടെ കൺമുന്നിൽ നിന്നും മാറ്റി വെക്കുവാനോ മറച്ചു പിടിക്കുവാനോ ഇവിടുത്തെ ക്യാമറകളോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരോ ഇത്തരം മനുഷ്യന്റെ ശവം തിന്ന് ജീവിക്കുന്ന തടിച്ചു ഒഴുക്കുന്ന ചാനലുകളോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ. വളരെ വസ്തുതയാണ്. ഇതാണ് അങ്ങിപ്പോ പറഞ്ഞതാണ്. ഇത് ജനം അറിയണം. ഇവിടുത്തെ ഓരോ കൊച്ചു കുട്ടികളും ഈ അറിവ് അറിയണം. ഈ മാധ്യമ പ്രവർത്തകരുടെ ഈ വേലത്തരം, ഈ പൊള്ളത്തരം, ഈ വഞ്ചനാത്മക, ചൂഷണാത്മകമായ പ്രവർത്തനം